പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സെക്കൻഡ് ഇയർ അതായത് +2 മാത്തമാറ്റിക്സ് NCERT സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജസ്റ്റ് നോളജ് അക്വയർ ചെയ്യൽ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ കടക്കുകയാണ്. കൂടാതെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഈ പഠനം കൊണ്ട് മാത്തമാറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അങ്ങനെ 3 സ്റ്റേജിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റേജിൽ നമ്മൾ റിയൽ ലൈഫിൽ നമുക്കിതെങ്ങനെ പ്രയോജനപ്പെടുത്താം. അങ്ങനെ 3 തലങ്ങളിലൂടെ നമ്മൾ ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ, ഏത് സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ കടന്നു പോകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഇഷ്ടത്തോടുകൂടി നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ മലയാളം ഗണിതശാസ്ത്രം തീർച്ചയായിട്ടും അതിൽ നമ്മൾ കൂടുതൽ താല്പര്യത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ മറ്റെല്ലാ സബ്ജക്ട്സും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. അത് മാത്തമാറ്റിക്സ് പഠിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. നമ്മൾ സ്റ്റെപ്സുകളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറിലാണ് എഴുതുന്നത് അല്ലേ, അതെല്ലാം നമ്മുടെ റിയൽ ലൈഫിലോട്ട് കടന്നു വരും. അതാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. രണ്ടാമത്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടും. അങ്ങനെ അനലൈസ് ചെയ്ത് ഏത് പ്രോബ്ലത്തെ പോലും നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റിയൽ ലൈഫിൽ വരുന്ന പ്രോബ്ലത്തിൻ്റെ മുന്നിൽ നമ്മൾ ആകെ പതറാൻ പാടില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ CBSE സ്റ്റുഡൻസ് അല്ല, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് എല്ലാം പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് സെയിമാണ്, NCERT ടെക്സ്റ്റ് ബുക്ക്. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമൊന്നുമല്ല. നമുക്കിത്രയേ ഉള്ളൂ, ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഏത് സിലബസിലുള്ളവരായാലും പഠിക്കുക നന്നായിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമുക്ക് പ്രാക്ടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. നമ്മളൊരു കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലെവലിൽ പഠിച്ചു. നമ്മൾ 16 ചാപ്റ്ററാണ് അവിടെ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഇയറിൽ. അത് NCERT ടെക്സ്റ്റ് തന്നെ നമ്മൾ ഏത് കുട്ടികളായാലും അത് തന്നെ പഠിക്കും. ഇന്ത്യയിൽ മുഴുവനും ഒരേ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്, അതാണ് എൻ്റെ പ്രത്യേകത. എന്നിട്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ 13 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഏതെല്ലാം ഈ 13 ചാപ്റ്റേഴ്സ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പാറ്റേണിനെ കുറിച്ച് നമ്മൾ എങ്കിൽ മാത്രമേ വെച്ച് തയ്യാറെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് നമുക്കറിയാം, 100 മാർക്കിൽ സെക്കൻഡ് ഇയറിൽ 100 മാർക്കിൽ 20 മാർക്ക് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്കുന്നത്, പിന്നെ 20 മാർക്ക് പ്രാക്ടിക്കലിനായിട്ട് മാറുന്നത്. അങ്ങനെ 40 മാർക്ക് തന്നെ അങ്ങോട്ട് പോകുന്നു. ബാക്കി 60 മാർക്കിൽ നമുക്ക് തിയറി പേപ്പർ വരണം. 60. നേരത്തെ കഴിഞ്ഞ വർഷം വരെ 80-ലായിരുന്നു തിയറി, പ്രാക്ടിക്കൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് പ്രാക്ടിക്കൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് തിയറി പാർട്ട് 60, ദെൻ പ്രാക്ടിക്കലി 20, വർക്ക് നമുക്ക് 20 ആണ്. പക്ഷേ ഈ 60 ആണെങ്കിൽ പോലും നമ്മുടെ ആ ടോപ്പിക്കിൽ നമ്മുടെ സിലബസിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മുഴുവൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് സമയം കുറവാണ് തിയറി പാർട്ടിലൂടെ, കാരണം പ്രാക്ടിക്കലും കൂടി നമ്മളിവിടെ ചെയ്യാനും ഉണ്ട്. പക്ഷേ വേറൊരു ഗുണമുള്ളത്, നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ വന്നതോടുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നതോടെ ആ സബ്ജക്റ്റിന് കൂടുതൽ ഇഷ്ടം വരാനായിട്ട് ഒരു അവസരം കൂടി ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രത്യേകത. ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്ന് കൃത്യമായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്ത് ഞാൻ തുടങ്ങുന്നത്. ഇവിടെ നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറയാം, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ച എന്നാണ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡെറിവേറ്റീവ് കാണാനും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ശേഷം എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരും. ദെൻ അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ് ഇൻറ്റഗ്രേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരുന്നു. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അങ്ങനെ ഈ 5 ചാപ്റ്റേഴ്സ് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. കാരണം പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അതാണ് ഈ 5 ചാപ്റ്റേഴ്സ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒന്നൊന്നും ബന്ധപ്പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് വേണ്ട സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ എടുത്ത് പഠിച്ചാലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതങ്ങനെയല്ല, തുടർച്ച വേണം തന്നെ 5. മാത്രമല്ല മറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കുറവാണ്, നമുക്ക് പഠിക്കാൻ കുറേ കൂടി ഈസിയാണ്. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ 12th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 20 മാർക്ക് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷന്, ദെൻ 20 മാർക്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് വരും. അതിൻ്റെ ദെൻ 60 മാർക്സ് തിയറി നമുക്ക് എക്സാം ഉണ്ടാവും, തിയറി എക്സാം. അങ്ങനെ 100 മാർക്സ് ആണ് സെക്കൻഡ് ഇയറിൽ നമുക്കത്. ദെൻ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? 2 പാർട്ടായിട്ടാണ് ബുക്സ് നമുക്ക്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 എന്നല്ലേ നമുക്കൊരു 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. പാർട്ട് 2 7 to 13 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ച്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ നമ്മൾ റിലേഷൻസ് ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ വരുന്നത്. നമ്മൾ സെറ്റ്സ് റിലേഷൻ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടർച്ചയാണ്. അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻ. നമ്മൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് വരുന്നത്. ദെൻ മെട്രിക്സസ്, അത് നമ്മൾ മെട്രിക്സിൻ്റെ പ്ലൂരൽ ഫോം മെട്രിസസ്, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ചില കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്നാണ് നമ്മൾ ഡിറ്റർമിനൻസിലോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇത് രണ്ടും അടുത്തടുത്ത് ബന്ധമുള്ള മെട്രിസസും ഡിറ്റർമിനൻസും. അതിനുശേഷം വരുന്ന 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ദെൻ അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ദെൻ പാർട്ട് 2 7th ചാപ്റ്റർ ആയിട്ട് ഇൻ്റഗ്രൽസ്. ഞാൻ പറഞ്ഞു ഈ ഡിഫറൻഷ്യബിലിറ്റി, അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 7th. ദെൻ 8th ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽസ്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുന്നു. ദെൻ 9th ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ കൂടി കണക്ട് ചെയ്ത് പല ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷനിലോട്ട് കണ്ടെത്തുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തി അതിലെ സൊല്യൂഷനിലോട്ട് കണ്ടെത്തുന്നത്. അത് 9th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നു. ദെൻ 10th ചാപ്റ്റർ വെക്ടർ ആൾജിബ്ര. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ വെക്ടേഴ്സിനെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. ദെൻ 11th ചാപ്റ്റർ 3 ഡയമെൻഷൻ ജോമെട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് വെക്ടർ എന്നത് മനസ്സിലായി 3 ഡയമെൻഷൻ ജോമെട്രി നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇവിടെ പഠിക്കുന്നത്. അതുപോലെ പ്രോബബിലിറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ഇയറിൽ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റിൽ എക്സാമിന് പ്രത്യേകമായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോഴും അതിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഏതായാലും ഞാൻ ഓരോ ചാപ്റ്റർ പറയുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മുന്നേ എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. എന്നെ സംശയം എന്നോട് ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഏതായിരിക്കും? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാത്തോടും നമുക്ക് ഈ 5 ചാപ്റ്റർ വരെ, അത് 5th 6th 7th 8th 9th ഇതിൻ്റെ തുടർച്ചയായിരിക്കും. ഏകദേശം ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ നമ്മൾ ഏകദേശം ഒരു 18 ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ഒരു 10, 12, 15 ക്ലാസ്സുകൾ വെച്ച് നമുക്ക് ഏകദേശം ഒരു 13 ചാപ്റ്റർ തീരാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു 150 ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 13 ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് തീർക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് ശ്രമിക്കാം. ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് ആസ്വദിച്ച് പഠിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ശരി, ഇനി നിങ്ങൾ കൃത്യമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തുകൊള്ളുക, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന്. അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്റർ എടുത്ത് മുന്നോട്ട് പോകാം. കുട്ടികളെ, അപ്പം നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ, അതിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആദ്യം എടുത്ത് പറയുകയാണ്. അതിനുശേഷം ഡിഫറൻഷ്യബിലിറ്റി എടുത്ത് പറയും.
അപ്പോൾ കണ്ടിന്യൂറ്റിയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ലിമിറ്റ് കാണാനൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. അതിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടിന്യൂറ്റിയെക്കുറിച്ച് ഐഡിയ നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചു. ദെൻ ഡെറിവേറ്റീവ്സിനെ കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് കുറേ കൂടി എളുപ്പമായിരിക്കും നമുക്ക്. എന്നാലും നമുക്ക് ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ നമുക്ക് എങ്ങനെ നോക്കാം. Let f be a real function and c be any point in the domain of f. F എന്താണ്? ഒരു റിയൽ ഫംഗ്ഷൻ. c be any point in the domain of f. Then f is said to be continuous at c. അപ്പോൾ തന്നിരിക്കുന്ന റിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് c. If condition എന്താണ്? If limit extends to c f of x exist. നമ്മൾ ലിമിറ്റിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് നിങ്ങളോട് അല്ലേ, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം. അത് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു c f of x എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് വേറെ കണ്ടീഷൻ കൂടി ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു c f of x എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു f of c ആയിരിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു c f of x എന്ന് പറഞ്ഞാൽ f of c ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു f of x എക്സിസ്റ്റ് ചെയ്യും കൂടി ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന റിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഗിവൺ പോയിന്റ് c. ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഇനി വേറെ രീതിയിൽ ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ പഠിച്ചു. അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ദെൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക 3 ഈക്വലാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ 3 ഈക്വലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഗിവൺ പോയിന്റ് സി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡെഫിനിഷൻ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് എൻ്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ കുട്ടികളെ, നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് കണ്ടിന്യൂറ്റിക്ക് പകരം ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണേ. പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. If a function f is not continuous at c, നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി ആണ്, കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ ആ പോയിന്റിൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ then f is discontinuous at c and c is called a point or discontinuity of f. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് സി ആണ്. പക്ഷെ ആ പോയിന്റ് അത് കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഫംഗ്ഷൻ, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് സി ഈസ് കോൾഡ് എ പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അപ്പോൾ കണ്ടിന്യൂറ്റി അറ്റ് പോയിന്റ് നോക്കി, ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എ റിയൽ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് if it is continuous at every point in the domain of f. അതാ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ആണ്. എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനിഷനിലോട്ട് കിടക്കാം. കുട്ടികളെ, നമ്മൾ ഇനി അതിൻ്റെ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾ എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണ് കരുതുക, എഫും ജിയും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സം എഫ് പ്ലസ് ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും, എഫ് മൈനസ് ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ആൽഫ എന്നൊരു നമ്പർ, ഒരു റിയൽ നമ്പർ നമ്മൾ കരുതാം. അപ്പോൾ ആൽഫ ഇൻറ്റു എഫ്, റിയൽ നമ്പർ ഇൻറ്റു ഒരു ഫംഗ്ഷൻ, ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റ് എഫ് ഇൻറ്റു ജി, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ എൻ്റെ ഡിവിഷൻ ഫോം എഫ് ബൈ ജി എന്ന് പറയുന്നതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളൂ, ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ആ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്, ശ്രദ്ധിക്കുക. ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് ലെറ്റ് ആൽഫ ബി എനി റിയൽ നമ്പർ.
Then first point, f minus g is continuous at C. Then second one, f plus g is continuous at C. Then third point, alpha into f, that's alpha any real number. Alpha f is continuous at C. അതുപോലെ തന്നെ f, then product form f into g is continuous at C. അതുപോലെ തന്നെ f by g is continuous at C provided g of x not equal to 0. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലോട്ട് വേണം. കൃത്യമായിട്ട് അത് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനിഷനിലോട്ട് കടക്കാം. കുട്ടികളെ, നമ്മൾ ഇനി കുറച്ച് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ പിന്നെ അത് വീണ്ടും അതിൻ്റെ പ്രൂവ് ചെയ്തൊന്നും നേരം കളയണ്ട. അപ്പോൾ എന്തൊക്കെയാണ്, ഏതെല്ലാമായിരിക്കും കണ്ടിന്യൂസ് ഫങ്ഷൻ, ഏത് അല്ലാത്തത് ഏത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും ഈ കോൺസ്റ്റൻറ്റ് ഫങ്ഷന് എപ്പോഴും കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരിക്കും. അതുപോലെ പോളിനോമിയൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കോസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ടാൻജന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്, അങ്ങനെ എക്സ്ട്രാ. അതുപോലെ തന്നെ നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുപോലെ കോമ്പോസിറ്റ് ടു ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ എടുത്താൽ അതെന്തായിരിക്കും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മളുണ്ട് കോമ്പോസിറ്റ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ദെൻ സെക്കൻഡ് പോയിന്റ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ്, അതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ, അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമ്മൾ എന്താ പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ഇയറിൽ, അതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ, മോഡുലസ് ഓഫ് എക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചാൽ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ റാഷണൽ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, പി ബൈ ക്യൂ ഫോം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. Then sine function continuous ആണ്, cosine function continuous ആണ്, tangent function continuous ആണ്. പക്ഷേ നമ്മൾ ഈ the greatest integer function അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫ്ലോർ എക്സ് നമ്മൾ പറയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അവിടെ നമ്മൾ ഒരു ചെറിയ കൃത്യമായിട്ട് ചില കാര്യം മനസ്സിലാക്കാനുണ്ട്. അതായത് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എനി ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് എക്സിൽ അവിടെ അത് കണ്ടിന്യൂസ് അല്ല. പോയിന്റ് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓൾ നോൺ ഇൻറ്റിജർ വാല്യൂസ് ഓഫ് എക്സ്, നോൺ ഇൻറ്റിജർ വാല്യൂസ് ഓഫ് എക്സിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന പ്രോബ്ലം ഇനി വരുമ്പോൾ നമ്മൾ ഇനി പ്രോബ്ലത്തിലോട്ട് കിടക്കാൻ പോവുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, എഫ് ഓഫ് സി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൽ ഈക്വലാവുന്ന അവസ്ഥ, കണ്ടിന്യൂസ് ആവുന്ന, എപ്പോഴാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചില കണ്ടീഷൻസ് എല്ലാം ഇവർ തരും, അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോഴും നമുക്ക് ആ കണ്ടിന്യൂറ്റി എന്ന ആ പാർട്ട് അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചു, അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ്സെല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക എല്ലാവരും. അതിനുശേഷം ക്ലിയർ ആയെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തോട്ട് കിടക്കാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. Prove that the function f of x equal to 5x minus 3 is continuous at x is equal to 5. നമ്മൾ ആദ്യം at the point at x is equal to c. അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം at the point x is equal to c. ഇവിടെ x is equal to 5 ആണെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഡെഫിനേഷനിൽ കൊണ്ട് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ആ പ്രോബ്ലത്തെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. Then f of x അവർ തന്നിങ്ങനെ 5x minus 3 ആണ്. നമുക്ക് അറ്റ് ദ പോയിന്റ് x is equal to 5 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എക്സിന് 5 കൊടുക്കുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ f of 5 എന്തായിരിക്കും? then f of c എന്ന് പറയുന്ന പോലെ f of ഇവിടെ 5, സിയുടെ സ്ഥാനത്ത് അവിടെ 5 ആണല്ലോ. അപ്പോൾ എന്ത് വരും? നമുക്ക് ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 into 5 minus 3 that is 25 minus 3 22 കിട്ടും. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മളോട് ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് ലിമിറ്റിനെ കുറിച്ച് ഐഡിയ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 എഫ് ഓഫ് എക്സ്, എക്സ് 5ലോട്ട് എടുക്കുന്നത് എക്സ്റ്റെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അവർ തന്നിട്ടുണ്ട് 5x minus 3. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 എഫ് ഓഫ് എക്സ് സ്ഥാനത്ത് നമ്മൾ 5x minus 3 ഇത്
എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് നമ്മൾ അപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സിന് 5 നമ്മൾ വരും അല്ലേ? അപ്പോൾ 5 × 5 - 3 അതാണ് 5 × 5 - 3. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25 - 3 അത് 22 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കി? എഫ് ഓഫ് സി അല്ലെങ്കിൽ എഫ് ഓഫ് 5 ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 എഫ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് സിയുടെ സ്ഥാനത്ത് ഡെഫിനറ്റ് സിയുടെ സ്ഥാനത്ത് 5 ആണെന്നുള്ളൂ. അപ്പോൾ രണ്ട് നമുക്ക് എന്ത് കിട്ടി? 2 22 എന്ന് തന്നെ കിട്ടി അല്ലേ? രണ്ട് സെയിമാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. എഫ് ഓഫ് സി സിക്കൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് ഈക്വൽ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് സി. അവിടെ എന്തെന്നാ? ഇവിടെ ആ സീരീസ് 5 ആണല്ലേ അവിടെ തന്നിരിക്കുന്നെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 5 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 22 കിട്ടി. ലിമിറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു 22 കിട്ടി. ഇവിടെ സീരീസ് അത് 5 ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു 5. അതായത് നമുക്ക് അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. ക്ലിയർ ആയെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തോട്ട് കിടക്കാം. ഇപ്പോൾ ഇവിടെ കുട്ടികളെ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് പ്രോബ്ലമാണ് കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്തു വെച്ച് അല്ലേ? ഇനി നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ള ഒരു പ്രോബ്ലം നോക്കാം. അറ്റ് ദ പോയിന്റ് ഒരു ഗിവൺ പോയിന്റിൽ ആ ടൈപ്പ് ഒരു പ്രോബ്ലം നോക്കാം. ശ്രദ്ധിക്കണേ. ഈസ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ്. ശ്രദ്ധിക്കണം, ഡിഫൈൻ ചെയ്യുക. എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ്. ദെൻ നെക്സ്റ്റ് കേസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, 1 പ്ലസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താണ്? 1 ഈക്വൽ ടു 1 കേസിലും അത് ലെസ് ദാൻ 1 കേസിലും എന്നാൽ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസിക്കൽ കണ്ടിന്യൂസ് ആണോ അറ്റ് എക്സ് ഇസിക്കൽ ടു 1. എക്സ് ഇസിക്കൽ ടു 1 അപ്പോൾ എക്സ് സി എന്ന് പറഞ്ഞ പോലെ എക്സ് ഇസിക്കൽ ടു 1 കണ്ടിന്യൂസ് ആണോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ? ഒരു കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യേണ്ട നല്ലൊരു പ്രോബ്ലം അത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നിക്കൊണ്ട് പറയാൻ ശ്രദ്ധിക്കണേ. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന രണ്ട് രീതി. എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ദെൻ വീണ്ടും തന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 5 ആണ്. ദെൻ അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അറ്റ് എക്സ് ഇസിക്കൽ ടു 1. നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ ദെൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് സി അറ്റ് ദ പോയിന്റ് സി എഫ് ഓഫ് സി ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 3 ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും അറ്റ് ദാറ്റ് പോയിന്റ് ഗിവൺ പോയിന്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് 1 തന്നെ ആദ്യം നോക്കാം. എഫ് ഓഫ് 1 നോക്കി എക്സ് ഈക്വൽ ടു 1 എഫ് ഓഫ് 1. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ്? ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1 ആയിരിക്കും. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. എക്സിന് 1 ഈക്വൽ ടു 1 ദാറ്റ് ഈസ് 1 നമുക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എ പ്ലസ് നമ്മൾ പഠിച്ചു. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1 അല്ല മൈനസ് 1 അല്ല കേട്ടോ, 1 മൈനസ് എ മൈനസ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് നോക്കി ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ലെസ് ദാൻ 1 ലെസ് ദാൻ 1 അതാ ഉദ്ദേശം. ലെസ് ദാൻ 1 അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് എക്സ് ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 തന്നെ. ഓക്കെ, ഇനി നോക്കുക ദ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. 1 പ്ലസ് അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഈസ് 5 അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സിനോട് നമുക്ക് 5 എന്ന് എഴുതാം. കോൺസ്റ്റന്റ് ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി എഫ് ഓഫ് 1 കിട്ടി. ലിമിറ്റ് എക്സ്റ്റെൻസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നിട്ട് 1 കിട്ടി. അത് രണ്ടേക്കില്ല. പക്ഷേ ലിമിറ്റ് എക്സ്റ്റെൻസ് 1 പ്ലസ് എന്ത് കിട്ടി? നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി? ദാറ്റ് ഈസ് 5 ആണ് കിട്ടി. അപ്പോൾ ഈക്വലാണ്, 3 ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ തന്നെ ഈ 2 ഈക്വൽ അല്ല ആയതുകൊണ്ട് എന്താ ഇത് കണ്ടിന്യൂസ് അല്ല അറ്റ് ദ ഗിവൺ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതാണ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. സിൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. കാരണം അത് എഴുതണം, നമ്മൾ എഴുതണം. അതുകൊണ്ടാണ് then the f is not continuous at x is equal to 1.
സിമ്പിൾ അല്ലേ? ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കി. ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ ഇതുപോലെ നമ്മൾ അനലൈസ് ചെയ്താൽ മതി. ദെൻ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, അറ്റ് ദ ഗിവൺ പോയിന്റ്. പിന്നെ ഡിസ്കണ്ടിന്യൂസ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തരികയാണ് അവർ അറ്റ് ദ ഗിവൺ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ കാണുക, അല്ലെങ്കിൽ എയുടെ വാല്യൂ കാണുക, ബിയുടെ വാല്യൂ കാണുക എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ആ ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ കണ്ടിന്യൂസ് ആണ് ഓൾറെഡി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നു. ദെൻ അതിന് ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈപ്പ് പ്രോബ്ലം സാധാരണ ചോദിക്കുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 8. കണ്ടീഷൻ്റെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ എഫ് ഓഫ് എക്സിന് 3x മൈനസ് 8 എടുക്കുന്ന എപ്പോഴാണ് ഫംഗ്ഷൻ ഈക്വൽ ടു വരുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതിൽ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2k. ഇവിടെയൊക്കെ ഒരു കോൺസ്റ്റന്റ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് 2k ആണ്. എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണ്, 5+. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ടു 5ഉം 5 മൈനസിൽ നമുക്ക് എന്താണ് 3x മൈനസ് 8ഉം 5+ൽ അത് എക്സ് ഗ്രേറ്റർ ദാൻ 5+ൽ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് 2k. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കണ്ടുപിടിക്കാറുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. അവർ കണ്ടിന്യൂസ് തന്നിരിക്കുന്നു അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ കെയുടെ വില കണ്ടു. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ചെയ്ത പ്രോബ്ലത്തെ വ്യത്യാസം, ദെൻ ഇത് എന്താണെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസിക്കൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഇസിക്കൽ ടു എഫ് ഓഫ് സി നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അറ്റ് ദ പോയിന്റ് ഇവിടെ എഫ് ഓഫ് 5 ആണ്, അറ്റ് എക്സ് ഇസിക്കൽ ടു 5 എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുക കുട്ടികളെ, എഫ് ഓഫ് 5 എന്താണെന്ന് നോക്കുക. എഫ് ഓഫ് 5 നമുക്ക് അറിയാം എക്സ് ഈക്വൽ ടു 5 വരുന്ന കേസ് അതെന്താണ്? എഫ് ഓഫ് എക്സ് 3x മൈനസ് 8. ഈ കേസ് എക്സ് ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 വരുന്ന നമുക്ക് എന്തെടുക്കാം? 3x മൈനസ് 8 എഫ് ഓഫ് എക്സ്. അതാണ് നമുക്ക് എഫ് ഓഫ് 5 എക്സിന് 5 ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് വരും? 3 × 5 മൈനസ് 8, ദാറ്റ് ഈസ് 15 മൈനസ് 8, ദാറ്റ് ഈസ് 7. അത് നമ്മൾ ആദ്യത്തെ ആയിട്ട് എഴുതും. അത് നമ്മൾ എഫ് ഓഫ് സി എന്ന് എഴുതണം. എഫ് ഓഫ് ഇവിടെ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് 5 എഫ് ഓഫ് 5. ലിമിറ്റ് അടുത്ത നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് 5+ എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയാൽ മതി, നമുക്ക് അതിൽ കെയുടെ വാല്യൂ ഇട്ട് കൊണ്ടുവരാം അല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5+ എഫ് ഓഫ് എക്സ്, 5+, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, 5 ദാറ്റ് ഈസ് എന്താണ്? എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 2k. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5+ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5+ എഫ് ഓഫ് എക്സ് എന്ത് വരും? 2k ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 5, ദാറ്റ് ഈസ് 2k. ഓക്കെ, 2k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ അപ്പോൾ എന്ത് വരും? നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ 2kൻ്റെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് എന്തായിരിക്കും? ആ കോൺസ്റ്റൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2k. ദെൻ നമുക്ക് നോക്കിക്കേ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇത് 2 ആയിട്ടും വേണമെങ്കിൽ എഴുതാം. 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ്? സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 ഗിവൺ, ഓൾറെഡി ഗിവൺ. Okay, then limit extends to 5+, that is equal to 2k. 2k is equal to equation 2 equal to എന്ത് വരും? എഫ് ഓഫ് 5 that is 7. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എന്നോ എഫ് ഓഫ് എ മൈനസ് എന്നോ നമുക്ക് പറയാം. അതിലൂടെ എ പ്ലസ് ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഈസ് അതിൻ്റെ ഈക്വൽ ആയിരിക്കുള്ളൂ. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഈ പോയിന്റ് ശ്രദ്ധിക്കുക. അറ്റ് എക്സ് ഇക്വൽ ടു 5. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 5+ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2k. സോ 2k is equal to, അതുപോലെ തന്നെ എഫ് ഓഫ് 5 കിട്ടിയിട്ട് നമുക്ക് 7, 2k is equal to 7. ദെൻ k is equal to എന്ത് വരും? 7/2. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് k. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സംശയം എന്തെങ്കിലും ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. കുട്ടികളെ, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത് കണ്ടിന്യൂസ് ആണെന്ന് അവർ തന്ന് നമ്മൾ കെയുടെ വില എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ട് അവർ ചിലപ്പോൾ എയുടെയും ബിയുടെയൊക്കെ വാല്യൂ കാണാൻ പറഞ്ഞുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സാധാരണ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 if x less than or equal to 2, ax plus b if 2 less than x less than 10,
21 if x greater than or equal to 10 is a continuous function. കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നത്. 3 കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ, ശ്രദ്ധിക്കണേട്ടാ. ഇതൊക്കെയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 ആണ്. എപ്പോഴാണ്? ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈക്വൽ ടു 2 വരുമ്പോഴും ലെസ് ദാൻ 2 വരുമ്പോഴും. അതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇവിടെ എയും ബിയുടെ വാല്യൂ കാണാൻ അവിടെ ആവശ്യപ്പെട്ടിരുന്നത്. എ എക്സ് പ്ലസ് ബി ഇഫ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബിറ്റ്വീൻ എക്സ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് എഴുതുന്നത്. എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയിലെ കിടക്കണം. ഓക്കെ. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് കണ്ടിന്യൂസ് ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. വളരെ രസകരമായിട്ടൊരു പ്രോബ്ലമാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ആ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ വേണം. ഓക്കെ. ആദ്യത്തെ കേസ് നമുക്ക് അറ്റ് എക്സ് ഇസിക്കൽ ടു 2 എക്സ് ഇസിക്കൽ ടു 10 2 കേസാണ് വരുന്നത്. അതെ അല്ലേ? അപ്പോൾ എക്സ് ഇസിക്കൽ ടു 2ൻ്റെ കേസ് നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ കേസ് അറ്റ് എക്സ് ഇസിക്കൽ ടു 10. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നു. ആ 2 ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നു എയുടെയും ബിയുടെയും വാല്യൂ. അതുകൊണ്ട് എൻ്റെ ചെയ്യാനായിട്ട്. അപ്പോൾ സിമ്പിൾ ഐഡിയ ആണ്. അറ്റ് എക്സ് ഇസിക്കൽ ടു 2 നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 2 പ്ലസ് എഫ് ഓഫ് എക്സ്. 2 പ്ലസ് 2നേക്കാൾ കൂടുതലാവുന്ന കേസ്. ദാറ്റ് ഈസ് ഉണ്ട് നോക്കിയേ എക്സ് 2 പ്ലസ് കേസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബി. ദെൻ അതുപോലെ തന്നെ നമുക്ക് 10 മൈനസ് കേസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് നോക്കിക്കേ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 പ്ലസ് നമ്മൾ ഏതാ എടുക്കേണ്ടത്? എ എക്സ് പ്ലസ് ബി. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2xൻ്റെ വാല്യൂ 2 പ്ലസ്. ദാറ്റ് ഈസ് എന്ത് വരും? എക്സിൻ്റെ വാല്യൂ നമ്മൾ 2 ആയിട്ട് വരുമ്പോൾ 2a പ്ലസ് ബി. ദാറ്റ് ഈസ് 2a പ്ലസ് ബി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2a പ്ലസ് ബി എന്ന് കിട്ടും. അത് നമ്മൾ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 2 വരുമ്പോൾ ദാറ്റ് ഈസ് 5 ആണ്. അപ്പോൾ നമുക്ക് അത് 5 എഴുതും. ദാറ്റ് ഈസ് നമുക്ക് 2 ഇത് വരും. ഒന്നെന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ് 2 പ്ലസ് എഫ് ഓഫ് എക്സിന് 2a പ്ലസ് ബി വന്നു. അതുപോലെ തന്നെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5 വന്നു. ഓക്കെ. പക്ഷേ നമുക്കിത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസിക്കൽ 2 നമുക്ക് ഓൾറെഡി ഒരു ഗിവൺ അല്ലേ? അപ്പോൾ നമുക്ക് സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസിക്കൽ ടു 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എഫ് ഓഫ് 2 ഇത് ഈക്വൽ ആയി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസിക്കൽ 2 ആയി. ദാറ്റ് മീൻസ് 2a പ്ലസ് ബി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 5. കാരണം ഇത് രണ്ടാണ് ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് 2a പ്ലസ് ബി ഈക്വൽ ടു 5. അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ക്ലിയർ ആയോ? ഐഡിയ കുഴപ്പമില്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് കേസ് നോക്കുക. നമ്മൾ അറ്റ് എക്സ് ഇസിക്കൽ ടു 10 കേസ് 2 വരുന്നുണ്ട്. എക്സ് ഇസിക്കൽ 2 വരുന്നുണ്ട്, എക്സ് ഇസിക്കൽ 10. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജോ അറ്റ് എക്സ് ഇസിക്കൽ ടു 10. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. 10 മൈനസ് എഫ് ഓഫ് എക്സ് കാരണം ലെസ് ദാൻ 10. ദാറ്റ് ഈസ് ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 മൈനസ് എ എക്സ് പ്ലസ് ബി എന്ന് വരും. ദെൻ എക്സ് നമ്മൾ 10 കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി എന്ന് വരും. 10a പ്ലസ് ബി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 പ്ലസ് കേസ് ഇവിടെ തന്നിട്ടുണ്ട്. നേരെ 10 പ്ലസ് എന്താണ് 21 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 പ്ലസ് 21 കാരണം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ നമ്മൾ ലിമിറ്റ് നമുക്കറിയാം കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 21. അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്കറിയാം സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസിക്കൽ ടു 10 ആയതുകൊണ്ട് എഫ് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ബൈ ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി അറ്റ് ദ ഗിവൺ പോയിന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവും. That means 10a plus b left side equal ആണെങ്കിൽ right side equal ആയി. That is 10a plus b equal to 21. അതാണ് 10a plus b equal to 21. അത് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. ഒന്ന് 2a plus b equal to 5 ഇക്വേഷൻ നമ്പർ 1. Then 10a plus b equal to 21. That is ഇക്വേഷൻ നമ്പർ 2. ഇനി സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്ത് നോക്കാം. അതെവിടെ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് നോക്കി 2 ഇതാണ് 10a പ്ലസ് ബി ഈക്വൽ ടു 21. അപ്പോൾ 10aയിൽ നിന്ന് 2a മൈനസ് ചെയ്യുക. 10a മൈനസ് 2 എന്ത് വരും? 8a. കണ്ട 8a ഈക്വൽ ടു ബി മൈനസ് ബി 0 ആയിട്ട് പോകും അല്ലേ? പിന്നെ എന്ത് വരും? 21 മൈനസ് 5 ദാറ്റ് ഈസ് 16. ദാറ്റ് ഈസ് ഇക്വൽ ടു 16. അപ്പോൾ നമുക്ക് 8a ഇക്വൽ ടു എന്ത് വരും? 16. കാരണം ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 10a മൈനസ് 2a 8 എന്ന് കിട്ടി. ബി മൈനസ് ബി 0 ആയിട്ട് പോയി. 21 മൈനസ് 5 എന്ന് പറയുന്നത് 16. അതാണ്. ദാറ്റ് ഇംപ്ലൈസ്
A is equal to 16 by 8, that is equal to 2. അതാണ് 2 എയുടെ വാല്യൂ. അപ്പോൾ എയുടെ വാല്യൂ കിട്ടും. ഇനി ബിയുടെ വാല്യൂ കിട്ടാൻ എടുക്കണം. എയുടെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, നമ്മളങ്ങനെ സാധാരണ. അപ്പോൾ 2യുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എയുടെ വാല്യൂ ഇപ്പോൾ 2 × 2 പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതാണ് വഴി കണ്ട 2 × 2 പ്ലസ് ബി, ഇക്വേഷൻ 1 ഇംപ്ലൈസ് 2 × 2 പ്ലസ് ബി ഈക്വൽ ടു 5. ദാറ്റ് ഇംപ്ലൈസ് 2 × 2 എന്ന് 4 ആണ്. 4 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കണമെങ്കിൽ എന്ത് വരും, 5 - 4 എന്ന്. 5 - 4 എന്ന് 1. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടും, ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. കണ്ട വാല്യൂ കിട്ടി കഴിഞ്ഞു. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടി. വളരെ സിമ്പിൾ പ്രോബ്ലം അല്ലേ. അത് നമ്മൾ ഈ കണ്ടിന്യൂറ്റിയുടെ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തോട് കിടക്കാം. കുട്ടികളെ നമുക്ക് വേറൊരു പ്രോബ്ലം എടുക്കാം. അവിടെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനും അതൊരു മോഡുലസ് ഫംഗ്ഷനും കൂടി ചേർന്നൊരു പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കേസ് വന്നാൽ അത് കണ്ടിന്യൂസ് ആണ് അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. Prove that the function f of x is equal to x minus modulus of x. ശ്രദ്ധിക്കണേ, f of x is equal to x minus modulus of x is continuous at the origin. Continuous at the origin. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് നമ്മൾക്ക് ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുക, ഈ മോഡുലസ് ഓഫ് എക്സ് വേറൊരു ഫംഗ്ഷൻ. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആക്കി നമ്മൾ ആദ്യം തന്നെ റിസൾട്ട്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ശ്രദ്ധിക്കണേ, ലെറ്റ് ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് അങ്ങനെ എഴുതുമ്പോൾ അതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ എക്സ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ എക്സിന് ജി ഓഫ് എക്സിൻ്റെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആവും. ആൻഡ് എച്ച് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്, അതൊരു മോഡുലസ് ഫംഗ്ഷൻ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചത് ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്താണ് ഇവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതാണ് നമ്മൾ പറയുന്നത് ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ സിൻസ് ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആൻഡ് മോഡുലസ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. കാരണം ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, ഇത് മോഡുലസ്, രണ്ടും കണ്ടിന്യൂസ് ആണ്. തീർച്ചയായിട്ടും അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമുക്ക് തന്നെ ജി മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. കാരണം ജി ഒരു ഫംഗ്ഷൻ, എച്ചും വേറെ ഫംഗ്ഷൻ, രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓഫ് എക്സ് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ജി ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്താണ് നമുക്ക് എക്സ് എന്ന് സപ്പോസ് ചെയ്ത് നമ്മൾ. സോ ദാറ്റ് ഈസ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് എന്താണ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ്. അത് എന്തെന്നാണ് നമുക്ക് ഓൾറെഡി തന്നത്, എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. നോക്കിയ കുട്ടികളെ, അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ആയതിനാൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ദർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ സിൻസ് എഫ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കാരണം ഡിഫറൻസ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ്. അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഫ് ഓഫ് എക്സിനൊക്കെ എഴുതുക അറ്റ് ദ ഒറിജിൻ. ഓക്കെ, ഇത്രയുള്ള നമുക്ക് വളരെ സിമ്പിൾ ഐഡിയ. ഇതുപോലെ ഏത് ടൈപ്പ് പ്രോബ്ലംസ് വന്നാലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് പ്ലസ് ആയിട്ട് വരാം, ചിലത് മൈനസ് ആയിട്ട് വരാം, പ്രൊഡക്റ്റ് ഫോമിൽ വരാം, എങ്ങനെ വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഫോം വരാം. എങ്ങനെ വന്നാലും നമ്മൾ ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക. എന്തെങ്കിലും സംശയം ചോദിക്കുക. ഇതോടുകൂടി നമ്മൾ കണ്ടിന്യൂറ്റി എന്ന സെക്ഷൻ നമുക്ക് തിരികെ. ഓക്കെ, നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയിലോട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് കിടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ തുടർച്ചയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.